അയമോദകം. മഴ കുറവുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് അയമോദകം നന്നായി വളരുന്നത്. അയമോദകത്തിന്റെ ജന്മനാട് ഈജിപ്ത് എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബംഗാൾ എന്നിവിടങ്ങളിൽ അയമോദകം ധാരാളമായി കൃഷി ചെയ്യുന്നു. അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന വിശിഷ്ട ഔഷധമെന്ന നിലയിൽ അഗ്നിയുടെ പര്യായങ്ങൾ ആയുർവേദത്തില് അയമോദകത്തിന് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് ഹൃദയത്തിന്റെ സാങ്കോചിക വികാസക്ഷമത വർദ്ധിപ്പിക്കും. അഗ്നി, ദീപിക, അഗ്നിക, ഘരശ, യവാനിക, ഭൂമിഗന്ധഭ, അജമോദ എന്നീ നാമങ്ങളിൽ സംസ്കൃതത്തിൽ അയമോദകം അറിയപ്പെടുന്നു. കേരളത്തിൽ ഓമം എന്നാണ് ഇതിന്റെ അപരനാമം. ബീഷ്പസ് വീഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയപ്പെടുന്നത്. എപ്പിയസി എന്ന സസ്യകുടുംബത്തിലാണ് അയമോദകം ഉൾപ്പെടുന്നത്. അയമോദകത്തിന്റെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ശാസ്ത്ര നാമം ഷക്കീസ്പെർമിയം എമി എൽസ്പാർഗ്യു എന്നാണ്. അയമോദകം ഒരു ഏകവർഷിയായ ഔഷധിയാണ്. ഈ ഔഷധ സസ്യത്തിലുടനീളം സൂക്ഷ്മമായ രോമങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. അയമോദകത്തിന്റെ പൂക്കൾ ചെറുതും പാടല നിറമുള്ളതാണ്. അയമോദകത്തിന്റെ വിത്ത് വളരെ ചെറുതും സുഗന്ധമുള്ളതുമായിരിക്കും. വിത്താണ് അയമോദകത്തിന്റെ ഔഷധീയ ഭാഗ്യമായി ആയുർവേദം പരിഗണിക്കുന്നത്. അതിലെ രസങ്ങൾ കടും തിക്തമാണ്. ഗുണമാണെങ്കിൽ ലഘുവും രൂക്ഷവും, തീക്ഷ്ണം വീര്യവും, ഉഷ്ണവും, വിഭാഗം കടു എന്നിങ്ങനെയാണ് ആയുർവേദ പ്രകാരം അയമോദകത്തിന്റെ രാസാദി ഗുണങ്ങളായി കണ്ടെത്തിയിരിക്കുന്നത്. രാസഘടകങ്ങൾ നോക്കിയാൽ ബാഷ്പീകരണ സ്വഭാവമുള്ളതും സുഗന്ധമുള്ളതുമായ ഒരു തൈലം അയമോദകത്തിന്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്നു. തൈമോൾ എന്ന ക്രിമനാശീകരണ എണ്ണ ഇതിൽ നിന്ന് വേർതിരിക്കുന്നു. ഔഷധ ഗുണം നോക്കിയാൽ അയമോദകത്തിന്റെ ഉപയോഗം കഫഹരമാണ്. വാതരോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് ഇതിന് കഴിവുണ്ട്. വായുക്ഷോഭം, വയറുവേദന, ദഹനക്കുറവ് എന്നിവ അയമോദകം ശമിപ്പിക്കുന്നു. അതിസാര ശമനത്തിന് ഔഷധമായി അയമോദകം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഉപയോഗം അഗ്നിപിത്തങ്ങൾ വർദ്ധിപ്പിക്കും. വിശൂചികയ്ക്ക് നല്ല ഫലം ചെയ്യും. ഹൃദയത്തിന്റെ സാങ്കോചിക വികാസക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഇതിന് കഴിവുണ്ട്. ഇത് മൂത്രം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ നോക്കിയാൽ വയറുവേദന, ദഹനക്കുറവ് എന്നിവയ്ക്ക് 5 ഗ്രാം അയമോദകം പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. 100 മില്ലി വെള്ളത്തിൽ 5 ഗ്രാം അയമോദകം ഇട്ട് കുറച്ചു നേരം തിളപ്പിച്ചെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്കുണ്ടാകുന്ന ദഹനക്കുറവ്, വയറിളക്കം എന്നിവയ്ക്ക് ശമനമുണ്ടാകും. പല്ലുവേദനയ്ക്ക് അയമോദകവും വയമ്പും കൂടി പൊടിച്ച് പല്ലിന്റെ പേടിൽ വെക്കുന്നത് വേദനയും നീരും ശമിക്കുവാൻ ഉത്തമമാണ്. അയമോദകം പിത്തഹരമാണ്. ശീതപിത്തത്തിന് അയമോദകം പൊടിച്ച് ശർക്കരയിൽ കുഴിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അയമോദകം, ചുക്ക്, കടുക്ക എന്നിവ സമം പൊടിച്ച് മോരിൽ ചേർത്ത് കുടിക്കുന്നത് ആമവാദ ശമനത്തിന് വളരെ നല്ല ഗുണം ചെയ്യും. സുകുമാരകൃതം, അജമോദാദി തർക്കം, അജമോദാദി ചൂർണം, ഭൂതഭൂതാദി ചൂർണം, വിശ്വജമോദാദി ചൂർണം എന്നിങ്ങനെ നിരവധി ഔഷധങ്ങൾക്ക് ഒരു പ്രധാന ചേരുവയാണ് അയമോദകം.